ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. വൈകുന്നേരം ചായക്കൊപ്പമോ അല്ലെങ്കിൽ അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഐറ്റത്തിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര പേർക്കാണോ തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് എടുക്കുന്ന ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തേണ്ടതാണ്. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ചധികം നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് ആ ഉപ്പ് എരിവൊക്കെ ചിക്കനിൽ പിടിക്കും. അതവിടെ വെച്ചിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ഒരല്പം വെള്ളം ചൂടാവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെന്ത് വരേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരുപാട് അങ്ങ് കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിതൊന്നും കൂടെ ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നോളും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അതവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി അല്ലെങ്കിൽ നമ്മുടെ ഒരു കൈപ്പിടി അളവിനുള്ള ചെറിയുള്ളി, 1 ടീസ്പൂൺ നമ്മൾ വലിയ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചങ്ങെടുക്കുക. ഒത്തിരി അങ്ങ് അരയേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ഞാനിവിടെ നമ്മൾ ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ന ബ്രാൻഡിൻ്റെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് നിങ്ങൾക്കത് എടുക്കാം. നിങ്ങൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എടുക്കാം. പക്ഷേ പുട്ടുപൊടി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ 1 കവർ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കാരണം ഞാൻ കുറച്ചധികം പേർക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളെ തേങ്ങയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മളെ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ, എന്നാലേ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി വരികയുള്ളൂ. കൈവച്ചിളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു കരണ്ടി വെച്ചിട്ട് ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതവിടെ മാറ്റി വെച്ചിട്ട് ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച്, ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 2 വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതിലെ മെയിൻ മസാല എന്ന് പറയുന്നത്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിലൊരല്പം എരിവ് കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തി അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നമ്മളെ കുഴക്കട്ട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഞാൻ ഇതുപോലെ നമ്മളെ മാവെല്ലാം ഇതുപോലെ മസാല വെച്ച് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വൈകുന്നേരം ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത്താഴത്തിന് വേറെ ഒന്നും വേണ്ടി വരത്തില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പിന്നെ ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തിയുമാണ്. എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി മാറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങയിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പക്ഷേ തേങ്ങയും കൂടെ ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അത് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. നമ്മളെ വാഴയിലയുടെ മുകളിൽ വെച്ചാണ് കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ ആ വാഴയിലയുടെ ഒരു ഫ്ലേവറും മണവും കൂടെ അതിന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക.